യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ജയിൽ ചാടിയ പ്രതി കൊല്ലപ്പെട്ടു. സ്നേഹസദനം വിശ്വനാഥനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയതിനു പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചു എന്ന ആരോപണ വിധേയയായി ജയിലിലായിരുന്ന സാക്ഷി സേനാപതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ഒരാഴ്ചയായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വിശ്വനാഥന് വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് അർജുന്റെ വീട്ടിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. അർജുന്റെ വീട്ടിൽ അഡ്വക്കേറ്റ് അർജുന്റെ പിതൃ സഹോദരി അരുണിമ കൊലക്കുറ്റ ഏറ്റെടുത്ത് അറസ്റ്റ് വരിച്ചു. ഗീതേ, ഗീതേ, ഗീതേ. എന്തിനാ ഇങ്ങനെ കിടന്ന് അലർന്ന്? ഞാൻ കാപ്പി ഇടുകയായിരുന്നു. ഒരു കാപ്പി ഇത് നോക്ക്, വായിച്ചു നോക്ക്. അയ്യോ, ഇതെന്തൊക്കെയാ വീട്ടിൽ സംഭവിക്കുന്നേ? ഞാൻ എന്തായാലും അവിടെ വരെ ഒന്ന് പോവുക. എന്നിട്ട് അവിടെയുള്ളവരോട് നമ്മളിതൊക്കെ അറിയുന്നുണ്ടെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? എന്തിന്? നമുക്ക് എന്തായാലും കാര്യമൊന്നായിരിക്കും ആ മഹേശ്വരിയമ്മ ചോദിക്കാൻ പോകുന്നേ. പിന്നെ ഒപ്പം നമ്മുടെ മോളും അത് തന്നെ ചോദിക്കും. നാണം കെടാനായിട്ട് നിങ്ങൾ എങ്ങോട്ടും പോകണ്ട. നമ്മുടെ മോള് നമ്മളെ എന്ത് വേണേലും പറഞ്ഞോട്ടെ. പക്ഷേ ഇപ്പൊ അതൊരു കൊലപാതകം നടന്ന വീടാ, അവളുടെ ഭർത്താവിന്റെ വീട്. അവിടെയുള്ളത് നമ്മുടെ മോളും കൂടിയാ. ചെന്ന് അന്വേഷിക്കേണ്ടതും അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ കടമയാ. അവൾക്ക് കുഴപ്പമൊന്നും കാണില്ല. ഉണ്ടെങ്കിൽ എപ്പോഴേ അവള് വിളിച്ചേനെ എന്ന് കരുതി ഇങ്ങനെ ഒരു കാര്യം നടന്ന് അറിഞ്ഞിട്ട് നമ്മൾ മിണ്ടായിരിക്കണമെന്നാണോ? ഇപ്പൊ തിരക്കിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് അറിയാം. അതെന്തായാലും മോൾക്ക് അപകടമൊന്നും ഇല്ലല്ലോ എന്ന് അന്വേഷിക്കാൻ മാത്രം ആവില്ല. ആ മഹേശ്വരിയമ്മ പറഞ്ഞതിനൊക്കെ പകരം വീട്ടാനൊരു അവസരം. അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ചോദിക്കണം, ഇപ്പൊ എന്തായി നിങ്ങളുടെ അന്തസ്സ്? അതിനല്ലേ. അങ്ങനെ ആയാൽ തന്നെ എന്താ കുഴപ്പം? അതുപോലെ അപമാനിച്ചല്ലേ നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. എന്തായാലും ഇങ്ങനൊരു അപമാനം ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരുടെ അഹങ്കാരം കൊണ്ട് ഇപ്പൊ ആ വീടെന്തായി? കൊലപാതകം നടന്നൊരു വീട്. ആര് കൊന്നു, എങ്ങനെ കൊന്നു എന്നൊക്കെ ആര് കണ്ടു? ചിലപ്പോ ആ തള്ള തന്നെ ആവും കുത്തിക്കുന്നത്. വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കണ്ട. ഞാൻ വെറുതെ പറഞ്ഞതല്ലോ, സത്യം അതല്ലേ. ആ തള്ള കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണില്ലേ, അവരുടെ പുന്നാര ചെറുമകൾ അഖിലിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കൊടി പിടിച്ചിരിക്കുന്ന ആ ജന്തു, അവളെയും കാണാനില്ല അത്ര. അവളെവിടെ പോവാൻ? പീഡിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ മഹേശ്വരിയമ്മ ഒളിപ്പിച്ച് കാണും അവളെ. അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയാൻ നിൽക്കണ്ട. നിനക്കെന്താ ഞാൻ പറയുന്ന ഒരു സംശയം പോലെ? എന്റെ ഗീതേ, പേരക്കുട്ടികളിലെ അവർക്ക് ആൺമക്കളെയാ കണ്ടുകൂടാത്തെ. ആ പ്രിയെ അവര് തലയിൽ വെച്ചാ നടക്കുന്നത്. അവളെ രക്ഷിക്കാൻ ആ സ്ത്രീ എന്തും ചെയ്യും. മഹേശ്വരിയമ്മയ്ക്ക് അങ്ങനെ ചെയ്തിട്ട് എന്ത് ഗുണം? എടി മണ്ടി, നിനക്ക് കാര്യങ്ങൾ പിടികിട്ടാത്തോണ്ടാ. ഈ സാക്ഷി എങ്ങനെയാ ജയിലിൽ പോയത്? അവരുടെ പേരക്കുട്ടി ഈ പ്രിയ മൊഴിമാറ്റി പറഞ്ഞോണ്ടല്ലേ. അപ്പൊ പ്രിയക്കെതിരെ സാക്ഷിക്ക് എന്തായാലും പക കാണുവേ. ആ പക തീർക്കാനായിരിക്കും അവള് വീട്ടിൽ വന്നിരിക്കുന്നത്. പ്രിയ ആരെങ്കിലും തൊട്ടാ ആ തള്ളക്ക് സഹിക്കുവോ? എനിക്ക് തോന്നുന്നത് ഈ സാക്ഷിയെ കൊന്നത് ആ മഹേശ്വരിയമ്മ ആയിരിക്കുമെന്ന. തള്ള ജയിലിൽ പോകുന്നുള്ള പേടിയുണ്ട് മകൾ അരുണിമ ആ കുറ്റം ഏറ്റെടുത്തായിരിക്കും. അല്ലാതെ സാക്ഷി അരുണിമയും തമ്മിൽ എന്ത് വൈരാഗ്യമുള്ളത്? നല്ല ഫാമിലിയിലേക്കാ നമ്മുടെ മോള് ചെന്ന് കയറിയത്. നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ആലോചിച്ച് കൂട്ടണ്ട. ആരാ പ്രതി എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിക്കോളും. എന്തൊക്കെയായാലും ഇനി കുറെ കാലം പോലീസും കേസും ഒക്കെ ആയിട്ട് ആ തള്ള കുറെ അനുഭവിക്കും. പോലീസ് സ്റ്റേഷനിൽ കയറാനും കോടതി കയറാനും ജയിലിൽ കിടക്കാനും ഒക്കെ ഒരു യോഗം വേണം. ഏതായാലും എനിക്കിഷ്ടമായി. ആ തള്ളക്ക് ഇതിലും വലുത് വരാനിരുന്നേ. എന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന് ആ തള്ള എണ്ണി എണ്ണി അനുഭവിക്കും. എന്നോട് ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല.
മതി, ഒന്ന് നിർത്ത്. നമ്മുടെ മോള് താമസിക്കുന്ന വീട് കൂടിയത്, അത് മറക്കണ്ട. ഇനി നമ്മളുടെ മകൾ ആ വീട്ടിൽ താമസിക്കുന്നില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അവക്കൂടെ തോന്നണ്ടേ? തോന്നുവടി. ഇതുവരെ തോന്നിയില്ലെങ്കിലും ഇനി തോന്നും. ഇനിയാ എന്റെ തനി സ്വഭാവം ആ മഹേശ്വരിയമ്മ കാണാൻ പോകുന്നു. ഇപ്പൊ സാക്ഷി കയറി ചെന്നില്ലേ? നാളെ ആരൊക്കെയാണ് ആ വീട്ടിൽ കയറി ചെല്ലാൻ പോകുന്നതെന്ന് ആര് കണ്ടു? ഇനി ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് മഹേശ്വരിയമ്മയ്ക്ക് പറയാൻ പറ്റുമോ? സാക്ഷിയെ കൊല്ലപ്പെടുത്തുള്ളൂ. അവളുടെ തന്ത സേനാപതി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അയാൾ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ എനക്ക്? അയാൾ ആ വീട്ടിലേക്ക് കയറി ചെന്ന് ബേളം വെച്ച അർജുൻ വെറുതെ ഇരിക്കുവോ? അത് നോക്കി അഖിൽ വെറുതെ ഇരിക്കുവോ? അഖിലിന് എന്തെങ്കിലും സംഭവിച്ച നമ്മുടെ മകളുടെ ഗതി എന്താവും ആലോചിച്ച് നോക്ക് നീ. അതുകൊണ്ട് ഞാൻ പോയി അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പോവാ. നീ വേണമെങ്കിൽ കൂടെ വാ. അവളും അവനും ഇനി ഇവിടെ താമസിക്കും. നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതൊക്കെ പിന്നെ ആർക്ക് വേണ്ടിയാ? ഈശ്വര, ഇനി എന്തൊക്കെ ഉണ്ടാവുമോ എന്തോ. സാർ, എന്നാടോ? നന്ദഗോപൻ എന്നൊരാൾ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. വന്നോളൂ. ആ വക്കീലേ, ഇരിക്ക്. താങ്ക് യു. പറ വക്കീലേ, എന്താ കാര്യം? കാര്യം പറയേണ്ടത് നിങ്ങളല്ലേ? അത് ഇതുവരെ പറയാത്തതുകൊണ്ട് ഞാൻ തിരക്കി ഇറങ്ങിയതാ. സാക്ഷിയുടെ മരണത്തിന്റെ പേരിൽ നിങ്ങൾ പ്രാഥമിക അന്വേഷണം നടത്തി. അരുണിമയെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അതേ ദിവസം ആ വീട്ടിലുണ്ടായിരുന്ന എന്റെ മകളെ പറ്റി നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചോ? എത്രയും പെട്ടെന്ന് സാക്ഷിയുടെ കൊലപാതകയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ താല്പര്യം. അതിന് ചേർന്ന വിധത്തിൽ ഒരാളെ കിട്ടിയപ്പോ മറ്റെല്ലാം നിങ്ങൾ വിട്ടുകളഞ്ഞു അല്ലേ? കേസ് അന്വേഷണത്തിന് പോലീസിന്റേതായ രീതികളുണ്ടല്ലോ വക്കീലെ. അതൊക്കെ ഞങ്ങൾ കഴിയും വിധം നന്നായി ചെയ്യുന്നുണ്ട്. അല്ല, അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അർജുൻ ചൂണ്ടിക്കാണിച്ച ആളെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും. അവർ ഒളിപ്പിച്ചു വെച്ച ആളെ കണ്ടെത്താൻ ഒരു ചെറുവിരൽ പോലും അനക്കാത്തതും. മിസ്റ്റർ നന്ദഗോപൻ, നിങ്ങൾ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. അനാവശ്യമായിട്ട് പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും ഇപ്പൊ പോലീസാണ്. എന്റെ ഭാര്യയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത്. എന്റെ മകളെയാണ് കാണാതായത്. നഷ്ടം മുഴുവൻ എനിക്ക് മാത്രമാണ് സാറേ. നിങ്ങളുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ എന്റെ മകളുടെ മിസ്സിങ്ങിനെ കുറിച്ചുള്ള ഒന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരേണ്ടി വന്നത്. ഇത് അവളെ കാണാനില്ല എന്നുള്ള എന്റെ പരാതിയാ. 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് പോലീസിൽ നിന്നൊരു മറുപടി അറിഞ്ഞേ പറ്റൂ. എന്റെ മകളെവിടെ? ആരാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എല്ലാം നിങ്ങൾ പറഞ്ഞാൽ മതിയാവും. വക്കീലെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടിയും വിശദീകരണവും തരണമെന്ന് വാശി പിടിക്കരുത്. തൽക്കാലം നിങ്ങൾ പരാതി എന്നല്ലോ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. പിന്നെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ നിങ്ങൾ ആരോപിക്കുന്നതല്ലാതെ തെളിവൊന്നും തൽക്കാലം ഇല്ലല്ലോ. അഥവാ ആരെങ്കിലും കടത്തിക്കൊണ്ടുപോയി ഒളിപ്പിച്ച് പാർപ്പിച്ചിരിക്കുകയാണെങ്കിൽ അതിനുള്ള ലീഡ് എന്തെങ്കിലും കിട്ടുമെന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സോറി, ഷീസ് പ്രഗ്നന്റ്. ഈ സമയത്ത് അവളുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. പ്രഗ്നന്റോ? അതല്ലോ ഇവിടുത്തെ വിഷയം. പ്രിയെ എത്രയും വേഗം കണ്ടുപിടിക്കണം. സാർ അതിന് വേണ്ടത് ചെയ്യണം. അങ്ങനെ പറഞ്ഞാ പോരല്ലോ വക്കീലേ. മകളുടെ കല്യാണം കഴിഞ്ഞതാണോ? അർജുന്റെ അനിയൻ അഖിലുമായിട്ട് നടത്താനിരിക്കുകയായിരുന്നു. അഖിലുമായിട്ടോ? അയാള് കല്യാണം കഴിച്ച വേറൊരു കുട്ടിയുണ്ടല്ലോ അവിടെ. മൊഴിയെടുത്ത കൂട്ടത്തിൽ അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ കണ്ടല്ലോ. അഖില് താലി കെട്ടിന്ന് അവകാശപ്പെട്ട് അവിടെ താമസിക്കുന്ന കുട്ടിയാ. ഓ, അപ്പൊ ഇത് താലി കെട്ടാതെയുള്ള ഗർഭമാണല്ലേ?
അപ്പൊ വക്കീലിന്റെ മോളല്പം പുരോഗമന സ്വഭാവമുള്ള കുട്ടിയാണല്ലോ. അല്ല, ഇപ്പോഴത്തെ കുട്ടികൾ പറയുമല്ലോ, വിവാഹ ജീവിതത്തിൽ താല്പര്യമില്ല, പക്ഷേ ഒരു കുഞ്ഞ് വേണമെന്നൊക്കെ. അതിനൊരു വാക്ക് പറയുമല്ലോടോ. സിംഗിൾ മദർ. സിംഗിൾ മദറായി ജീവിക്കാനാണ് ഇഷ്ടമെന്നൊക്കെ. അങ്ങനെ സിംഗിൾ മദറായി ജീവിക്കാനുള്ള ഏർപ്പാടായിരുന്നോ ഈ ഗർഭം? സർ പ്ലീസ്. ഷി വാസ് ചീറ്റഡ്. അഖിലിന്റെയും അവളുടെയും വിവാഹം ഞങ്ങള് വീട്ടുകാർ തമ്മിൽ തീരുമാനിച്ചിരുന്നതാ. അതിനിടയിലാണ് അവള് കൺസീവ് ആയത്. അതിനുശേഷമാണ് ആ കുട്ടി അഖിൽ കല്യാണം കഴിച്ചാണെന്ന് പറഞ്ഞ് അവകാശവുമായിട്ട് വന്നത്. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ പരാതിക്ക് മുൻപ് മറ്റൊരു പരാതി നിങ്ങൾ തരണമായിരുന്നല്ലോ വക്കീലെ. വിവാഹ വാഗ്ദാനം നൽകി ഒരു കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ട് മറ്റൊരുത്തെ വിവാഹം കഴിച്ചു. ക്രിമിനൽ കുറ്റമാണല്ലോ വക്കീലെ. പിടിച്ചകത്തിടുകയാ വേണ്ടത്. വക്കീലെന്താ അന്ന് പരാതിപ്പെടാത്തത്? അത് അഖില് അയാളത് ഡിനേ ചെയ്തു. അതായത് കുട്ടി അയാളുടേതല്ലെന്ന്. വക്കീലിന്റെ മകളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലെന്നോ? ഇല്ല, ഒരു ബന്ധവുമില്ല. പിടിച്ചകത്തിട്ട് 4 പൂശു കൊടുത്താൽ താത്ത പറയുന്ന പോലെ പറഞ്ഞോളും. അതല്ല സാറേ, അഖില് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് അവന്റെ അച്ഛനും അമ്മയും ബ്രദറും ഒക്കെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. പ്രിയയുടെ പ്രസവശേഷം അച്ഛൻ ആരാണെന്ന് തീരുമാനിക്കട്ടെ എന്ന അവരുടെ സ്റ്റാൻഡ്. അത് ശരി. അതുവരെ മറ്റേ കുട്ടി ഭാര്യയായി കഴിഞ്ഞോട്ടെന്നോ? പ്രസവശേഷം അത് അഖിലിന്റെ കുട്ടിയാണെന്ന് വന്നാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് നന്ദൻ വക്കീലിന് അറിയില്ലേ? ഒരു കാലത്ത് ആനന്ദേട്ടനും ദത്തേട്ടനും അടയും ചക്കരം പോലെ ആയിരുന്നില്ലേ? അന്ന് ഈ വീട്ടിലെ ആളുകളെ കൊലപാതകങ്ങളായിരുന്നോ? ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ വീട്ടിലേക്ക് നിങ്ങളുടെ മകളെ ഞങ്ങൾ ബലമായിട്ട് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ഒരു ദിവസം രാവിലെ അങ്ങ് വന്നു കയറിയതല്ലേ അവള്. തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല എന്നുള്ളത് അവളുടെ വാശിയാ. ബലം പ്രയോഗിച്ച് ഇറക്കി വിടാത്തത് ഞങ്ങളുടെ മര്യാദയും. അങ്ങനെ ഇറക്കി വിടാൻ മധു മാത്രം വിചാരിച്ച പോരല്ലോ. എന്റെ മകൻ സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. മാതിരി മിണ്ടാതിരിക്കും. ദത്തൻ വന്ന് എന്നെ കാണാനാ. ഞാൻ സംസാരിച്ചോളാം. പറ, ദത്തനിപ്പോ എന്താ വേണ്ടത്? അയ്യോ, ഒന്നും വേണ്ടായേ. മഹേശ്വരി അമ്മയുടെ ദയാവായ്പിന് വേണ്ടി വന്നതല്ല ഞാൻ. എന്റെ മോളെ ഈ വീട്ടിൽ നിന്ന് ആരും പറഞ്ഞു വിടുകയും വേണ്ട, പിടിച്ചു വെക്കുകയും വേണ്ട. അവളെ ഞാനായിട്ട് കൊണ്ടുപോയിക്കോളാം. അല്ല, ഞാൻ പിച്ചക്കാരനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ശരിയാ. പക്ഷേ ഈ പിച്ചക്കാരന്റെ വീട്ടില് എന്റെ മകൾക്കും ഭർത്താവിനും മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഏതായാലും കൊലപാതകളുടെ വീടിനേക്കാളും ഭേദമാകും അത്. ആയിക്കോട്ടെ ദത്ത, ഈ വീട്ടില് ഒരു കൊലപാതകം നടന്നു എന്നുള്ളത് നേരാ. അതിന്റെ പിന്നിൽ ആരാണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത് തെളിയും വരെ നിങ്ങളുടെ മകള് ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല. വിളിച്ചോണ്ട് പോവോ, അവിടെ തന്നെ പാർപ്പിക്കോ, എന്ത് വേണേലും അയക്കോ. അതിന് ഞങ്ങൾ എന്ത് വേണം? അതെ, നിങ്ങളുടെ പറച്ചില് കേട്ടാ ഞങ്ങൾ അവളെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് തോന്നുമല്ലോ. പക്ഷേ കൊണ്ടുപോകുമ്പം അഖിലിനെ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട. അത് തീരുമാനിക്കേണ്ടത് അഖിലാണല്ലോ. അവൻ പറയട്ടെ. മാതിരി, അവരെ രണ്ടുപേരും വിളിക്ക്. എനിക്ക് ഈ നിമിഷം ഇവിടെ വെച്ച് തീരുമാനം അറിയണം. മാധുരി, ഒന്നിങ്ങ് വന്നേ. എന്തൊക്കെയാ മാധുരി ഇവിടെ നടക്കുന്നേ? എന്തൊക്കെയാ പുറത്ത് കേൾക്കുന്നറിയോ? അറിയില്ല ഗീതേ. ഈ സമയത്തെങ്കിലും ഒന്നിച്ച് നിൽക്കേണ്ടതാ വീട്ടിലുള്ളവര്. പക്ഷെ ഇവിടെ ഇപ്പോ 2 കുടുംബം പോലെ. അമ്മയും അതും ഒരു ഭാഗത്ത്, ഞാനും ആനന്ദേട്ടനും മക്കളും മറുഭാഗത്ത്.
സംഭവിക്കുന്നതിന്റെ മുഴുവൻ പിഴയും എന്റെ പൂജമോക്ക്. മാധുരിക്കറിയാലോ, അഖില് ഞങ്ങളുടെ മോളെ വിവാഹം കഴിക്കുന്നതിൽ ദത്തേട്ടന് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അറിയാം ഗീതെ, അമ്മയാണ് ആദ്യം മുതലേ ദത്തേട്ടനെ അപമാനിച്ചും പരിഹസിച്ചും വഴക്കുണ്ടാക്കിയതൊക്കെ. അതും ദത്തേട്ടൻ ക്ഷമിച്ചതാ മാധുരി. പക്ഷേ അഖിലിന്റെ പേരും പറഞ്ഞ് ആ പ്രിയ കൂടി വന്നപ്പോ അത് മനഃപൂർവ്വമുള്ളൊരു കെണിയാ ഗീതെ. ഞങ്ങൾക്കറിഞ്ഞൂടെ ഞങ്ങളുടെ മോനെ? ഞങ്ങൾക്കും അഖിലിനെ കുറിച്ച് നല്ല ധാരണയുള്ളൂ. അതുകൊണ്ട് അവരെ വിളിച്ച് ഇവിടുന്ന് പോവാന്ന് കരുതിയത്. എന്താ ഗീത ഈ പറയുന്നേ? എന്റെ മോനെ കൂട്ടിക്കൊണ്ടു പോവാനോ? മാധുരി, ഞങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. ചോദിക്കുന്നവരോട് ഞങ്ങൾ എന്ത് മറുപടി പറയാ? അല്ല, അത് മാധുരിക്ക് 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാ ഉള്ളത്. എന്റെ ഭാഗത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾക്ക് ആകെ ഒരു മകളല്ലേ ഉള്ളൂ. അവളുടെ വിവാഹത്തെപ്പറ്റി ഞങ്ങൾക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ചില സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? അതെല്ലാം തകർത്തെറിഞ്ഞ് അവൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ ദത്തേട്ടനെ സമാധാനിപ്പിച്ചിട്ടേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരുടെ വീട്ടിലേക്കല്ലേ അവൾ ചെന്ന് കയറുന്നേന്നുള്ള വിചാരമായിരുന്നു എനിക്ക്. പ്രിയയുടെ കാര്യം ദത്തേട്ടൻ എപ്പോഴും പറയും. ഞാൻ എതിർത്ത് നിന്നത് അഖിലിന്റെ സ്വഭാവഗുണം അറിയുന്നോണ്ട് തന്നെയാ. പക്ഷേ ഇപ്പൊ ദത്തേട്ടനെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് പറ്റാതായി. അതെ, നമ്മള് വീടിനകത്ത് കഴിയുന്നവരല്ലേ. പുറത്തിറങ്ങി നാട്ടുകാരുടെ മുഖത്ത് നോക്കേണ്ടത് അവരല്ലേ മാധുരി? ഏറ്റവും സന്തോഷത്തോടെ എന്റെ മകളെ യാത്ര അയക്കേണ്ട വീടായിരുന്നു ഇത്. എന്നെ പോലെ തന്നെ അവളെ സ്നേഹിക്കാൻ മാധുരിക്ക് കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷേ സാഹചര്യം ഇങ്ങനെയായി പോയില്ലേ. മാധുരി ഞങ്ങളെ മനസ്സിലാക്കണം. ഞങ്ങളുടെ മോൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു ജീവിതം വേണം മാധുരി. അതിന് ഈ വീടിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അത് അവളെ സന്തോഷത്തോടെ മാധുരി പറഞ്ഞയക്കണം, കൂടെ അഖിലിനെ. ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് അവസാനിക്കട്ടെ. അത് കഴിഞ്ഞാ നമുക്ക് ഇനി ആലോചിക്കാലോ. മാധുരി കൂടി വിചാരിച്ചാലേ അഖില് സ്നേഹയോടൊപ്പം വരൂ. അതെനിക്കറിയാം. അതുകൊണ്ടാ പറയുന്നേ, ഒരമ്മയുടെ സ്വാർത്ഥതയാണെന്ന് കൂട്ടിക്കോ. പെൺകുട്ടികളുടെ അമ്മയ്ക്ക് ആൺകുട്ടികളുടെ അമ്മമാരെക്കാളും ടെൻഷനും പേടിയും കൂടും. അതുകൊണ്ടാ. നാളെ അഖിലിന് കൂടി എന്തെങ്കിലും സംഭവിച്ച എന്റെ മോളുടെ ജീവിതം എന്താവും മാധുരി? ഗീതെ, അങ്ങനൊന്നും പറയല്ലേ. ഇവിടെ നടക്കുന്നതൊന്നും എന്റെ മക്കൾ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല. ശരിയായിരിക്കാം. പക്ഷെ മാധുരി, ഒന്നുണ്ട്. പൂജ ഈ വീട്ടിലേക്ക് വന്നു കയറുന്നത് വരെ ഈ കുടുംബത്തിൽ ഒരു താളപ്പിഴയും ഉണ്ടായിരുന്നില്ല. നമ്മളെന്നും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ. അമ്മേ, അമ്മ മനസ്സിൽ കാണുമ്പോ മാധുരി ചേച്ചി മാനത്ത് കാണും. ഇപ്പൊ എന്തായി? അമ്മയുടെ പ്ലാൻ മുഴുവനും പൊളിഞ്ഞില്ലേ? നീ ഒന്ന് തെളിച്ചു പറമതു. അഖിലിനെ, ആ പെണ്ണിനെ മാധുരി ചേച്ചി ഇല്ലം കിടത്തി. ഇല്ലം കടത്തിയോ? ആ, പെട്ടിയും കിടക്കയൊക്കെ ആയി അഖിലിനെ, ആ പെണ്ണിനെ മാധുരി ചേച്ചി അർജുനും പൂജയും ചേർന്ന് യാത്രയാക്കി. എങ്ങോട്ട്? ആർക്കറിയാം. ഇനിയിപ്പൊ അനുക്കുട്ടി പ്രസവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും സ്നേഹ ഗർഭിണിയാവും. അതിനുവേണ്ടി മനഃപൂർവ്വം നടത്തിയ പരിപാടിയത്. അനുമോളുടെ പ്രസവം കഴിയും വരെ അഖിലും അവളും തമ്മിൽ യാതൊരു ബന്ധവും പാടില്ലെന്ന് നമ്മള് പറഞ്ഞല്ലേ? അമ്മ ഇവിടെ ഇന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അനുസരിക്കണോ വേണ്ടയോ എന്ന് അവരല്ലേ തീരുമാനിക്കുന്നേ. മാധുരിയാണോ അവരെ പറഞ്ഞയച്ചത്? ഞാൻ എന്റെ കണ്ണോട് കണ്ടതല്ലേ എല്ലാവരും കൂടി യാത്രയാക്കുന്നത്. ആഹാ, എന്നൊന്ന് അറിയണമല്ലോ. ആ അമ്മേ,
തൃപ്തിയായോ അമ്മയ്ക്ക്? എന്റെ മകനെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചപ്പോ അമ്മയ്ക്ക് തൃപ്തിയായോന്ന്? നിന്റെ മകനെ ഞാൻ ഓടിച്ചെന്നു. ഞാനെപ്പോഴും അവനോട് ഇവിടെ ഒന്ന് പോകാൻ പറഞ്ഞത്? എന്തിനാ അമ്മ അവനോട് പറയുന്നേ? അവൻ വിവാഹം കഴിച്ചോണ്ട് വന്ന പെൺകുട്ടിയോട് അമ്മ എന്താ പറഞ്ഞേ? അവളുടെ ജീവിതം നരവാക്കുമെന്ന് പറയാൻ അമ്മയ്ക്ക് എന്താ അർഹതയുള്ളേ? അവൾ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തേ? നിക്ക് പറഞ്ഞു കേറാൻ വരട്ടെ. ആര് വിവാഹം കഴിച്ചു കൊണ്ടുവന്നാ നീ പറയുന്നേ? ഈ കുടുംബവും ആ പെണ്ണിന്റെ കുടുംബവുമായിട്ട് എന്തെങ്കിലും വിവാഹാലോചന നടത്തിയിട്ടുണ്ടോ? കല്യാണം നടത്തിയിട്ടുണ്ടോ? കുടുംബത്തിന്റെ കാര്യം പോട്ടെ, നീയും എന്റെ മകനും അറിഞ്ഞാണോ ഈ കല്യാണം നടന്നത്? പിന്നെ അവളോട് പറഞ്ഞാണെങ്കിൽ അത് ഇനിയും ഞാൻ പറയും. എന്റെ പേരക്കുട്ടിയുടെ ജീവിതം ഇങ്ങനെ ആയതേ നിന്റെ 2 മരുമക്കളും കാരണമാ. അത് ഞാൻ ഇനിയും പറയും, ആരുടെ മുന്നിലും പറയും. എന്താധാരം അത് പറയാൻ അമ്മയ്ക്കുള്ളത്? അമ്മ ഒക്കത്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു പേരക്കുട്ടിയെ. അവളോട് എന്ത് തെറ്റാ എന്റെ മരുമക്കള് ചെയ്തത്? അവള് പൂജയോട് കാണിച്ചതിന്റെ 100-1 പൂജ അവളോട് തിരിച്ചു ചെയ്തിട്ടുണ്ടോ? പൂജയുടെ മഹത്വം ഒന്നും നീ എന്നോട് പറയണ്ട. അവളുടെ ചെയ്ത്ത് മുഴുവൻ രഹസ്യമായിട്ടാ. എല്ലാവരുടെ മുന്നിലും നല്ലവെള്ള ചമഞ്ഞ് അവസാനം എന്റെ മോളെ അവള് ജയിലിലാക്കിയല്ലോ. ഓ, എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു. അമ്മയെന്ന് വിളിച്ച് അവളുടെ അടുത്ത് കൂടിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതെന്തോ കോടാലി വരാനുള്ളതാന്ന്. അതിങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചില്ല. ഇല്ലാ വചനം പറഞ്ഞുണ്ടാക്കരുത് അമ്മേ. ആ പൂജ ഉള്ളത് കൊണ്ടാ അമ്മയുടെ മകള് കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നത്. അത് മറക്കല്ലേ. അങ്ങനെ വിചാരിച്ച് ഞാനും സന്തോഷിച്ചതാ ഒരിക്കലും. പക്ഷേ അതിന്റെ പിന്നില് ഇങ്ങനെ ഒരു കുടിലബുദ്ധി ഉണ്ടാവുന്ന എനിക്ക് ഊഹിക്കാൻ പോലും പറ്റിയില്ല. അമ്മേ, ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ സംസാരിക്കല്ലേ. അമ്മ പറയുന്നതാണോ കുറ്റം? അവരൊക്കെ ചെയ്യുന്നതിൽ ഒരു കുറ്റം കാണാൻ പറ്റുന്നില്ലേ മാധുരി ചേച്ചിക്ക്? അഖില് കാണിച്ച തോന്നിവാസത്തെ പറ്റി മാധുരി ചേച്ചി എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണിനെ ഗർഭം ഉണ്ടാക്കിയിട്ട് വേറൊരു പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വന്ന് താമസിക്കുന്ന വൃത്തികേട് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോഴേ ആ പെണ്ണിനെ അടിച്ച് പുറത്താക്കണ്ടായിരുന്നു അമ്മ. അത് ചെയ്യാതെ സത്യം തെളിയും വരെ ഇവിടെ താമസിക്കാൻ സമ്മതിച്ചത് അമ്മയുടെ മഹാമനസ്കത. എന്നിട്ടിപ്പം എന്തായാലും സത്യം പുറത്തു വരാൻ തുടങ്ങുന്നായപ്പോ അനുകുട്ടിയെ കാണാനുമില്ല. അപ്പോ ഇതൊക്കെ ചെയ്തത് എന്റെ മക്കളാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ തിരക്ക് പിടിച്ച് അവരെ മാധുരി ചേച്ചി പറഞ്ഞയക്കാൻ നോക്കുന്നത് കണ്ടപ്പോ രക്ഷപ്പെടുത്താൻ നോക്കുന്നതല്ലേ എന്നൊരു സംശയം. അല്ല, അങ്ങനെ തോന്നിയ തെറ്റു പറയാനും ആവില്ല. ഞാൻ ഈ വീട്ടിൽ വന്നു കയറി അന്നു മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നതാ മധു. എല്ലാവരും നേരെ കാണുമ്പോഴും നീ തലതിരിഞ്ഞേ കാണൂ. എല്ലാവരും പൂക്കള് കാണുമ്പോ നിന്റെ നോട്ടം പുഴുക്കുത്തിലേക്കേ പോവും. ആദ്യമൊക്കെ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ ഞാനത് ശ്രദ്ധിക്കാതെയായി. നിന്നെ തിരുത്താൻ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപെട്ടര് വിചാരിച്ചാലും പറ്റില്ലെന്ന് ഉറപ്പായതുകൊണ്ടാ. അമ്മേ, ഹെടി, നിന്റെ വായിൽ നിന്ന് വീഴുന്ന വിഷത്തിനെ ഞാൻ ആ വിലയെ കൽപ്പിക്കുന്നുള്ളൂ. പക്ഷെ അമ്മയിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്റെ കുടുംബത്തെ പിരിച്ചു മാറ്റാനും മാത്രം ഒരു തെറ്റ് ഞാനും എന്റെ മക്കളും അമ്മയോട് ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു ചെയ്തിട്ടില്ലെന്ന്? നിന്റെ 2 മരുമക്കൾ എന്ന് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയതാ ഈ വീടിന്റെ കഷ്ടകാലം. ഇന്നേ വരെ ഈ വീട്ടിൽ നിന്ന് ആരും കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കേറിയിട്ടില്ല. നിന്റെ മരുമകളാ എന്റെ പേരക്കുട്ടിയെ കോടതി കയറ്റിയത്. അത് അവളുടെ കയ്യിരിപ്പ് കൊണ്ടാ, അല്ലാതെ പൂജയുടെ കുറ്റമല്ല. നിന്റെ മരുമകൾ അങ്ങനെ നിന്നെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുക മാധുരി. പഠിച്ച കള്ളി അവളെന്ന് ഒരിക്കൽ നിനക്കും ബോധ്യപ്പെടും. അന്ന് നീ ഇതെല്ലാം എന്നോട് തിരുത്തി പറയും. ഇല്ലമ്മേ, തിരുത്താനും പശ്ചാത്തപിക്കാനും പോകുന്നത് അമ്മയാ. ഈ വീട് 2ആയി നമ്മ പറഞ്ഞപ്പോഴും മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ വീട് 2ആയി. മേ കം ഇൻ സർ? യെസ്, വരൂ, ഇരിക്കൂ. സർ, എന്തായി സാക്ഷി കേസിലെ തെളിവെടുപ്പ്? അപേക്ഷ കൊടുത്തിരുന്നു സർ. ഇന്ന് കൊണ്ടുപോകും. ഇപ്പൊ തന്നെ ദിവസങ്ങൾ വൈകിയല്ലോ. കോടതി മുടക്കമായിരുന്നില്ലേ സർ? പിന്നെ ക്രൈം സീൻ നമ്മൾ വിശദമായി പരിശോധിച്ച് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു കൺഫർമേഷൻ പ്രൊസീജിയർ മാത്രമാണ്. അവരുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി പരിശോധിക്കുമ്പോ പ്രകടമായ പൊരുത്തക്കേടുണ്ടല്ലോടോ. യെസ് സർ. അവരുടെ ആദ്യ മൊഴി പ്രകാരം ഒരു കുത്തേ കുത്തിയിട്ടുള്ളൂ. പക്ഷേ
സാക്ഷി മരിക്കാൻ കാരണമായത് രണ്ടാമത്തെ കുത്താണ്. അതെങ്ങനെ സംഭവിച്ചു? സർ, ഈ അരുണിമ എന്ന സ്ത്രീയെ ഓർമ്മക്കുറവിന് ചികിത്സിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അവരെ വീട്ടുകാർക്ക് കണ്ടുകിട്ടുമ്പോ അവർക്ക് ആരെയും ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ പതിയെ പതിയാണ് അവർ ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞത്. അപ്പൊ താൻ പറയുന്നത് രണ്ടാമത്തെ കുത്ത് അവർക്ക് ഓർമ്മയില്ലെന്നാണോ? തെളിവെടുപ്പിന് പോകുമ്പോ നോക്കാം സർ. അവരിപ്പോ പറയുന്ന മൊഴി എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. നമ്മുടെ ഭാഗത്തു നിന്ന് അവരെ ഒരു തരത്തിലും കുറ്റകൃത്യത്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്ന ഒന്നും പറയിപ്പിക്കരുത്. അവരല്ല കുറ്റം ചെയ്തത് എന്ന് തോന്നലാണ് നമുക്കുള്ളത് എന്ന് തോന്നിയ പോലും തെറ്റില്ല. അങ്ങനെ വന്നാ അവർ നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പറയുന്നതിൽ ഫാക്ച്വലായ ഇറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താനും എളുപ്പമായിരിക്കും. ശരിയാ സർ. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ഫാക്ടർ ഈ കേസിൽ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടെന്ന്. സർ, അത് പറഞ്ഞപ്പോഴാ ആ അഡ്വക്കേറ്റ് നന്ദഗോപന്റെ ഒരു പരാതിയുണ്ട്. അയാളുടെ മകളെ കാണാനില്ലെന്ന് പറഞ്ഞ പരാതി. ആരെ? പ്രിയയോ? യെസ് സർ. അത് നമ്മൾ അന്നേ നോട്ട് ചെയ്തല്ലേ? സാക്ഷിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രിയ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ മകളെ ആരോ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുവെന്നും അവരാണ് സാക്ഷിയുടെ കൊലപാതകത്തിന് പുറകിലെന്നുമാണ് അയാൾ പരാതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റേഷനിൽ വന്ന് ഇത്തിരി മോശമായി പെരുമാറുകയും ചെയ്തു. നിങ്ങളോ? ഇല്ല സർ, നമ്മൾ ആ സിറ്റുവേഷൻ നന്നായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സർ, കോടതിയിൽ അയാൾ ആ പരാതി ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. അറിയാം സർ. പരാതി ഫയലിൽ സ്വീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് മാത്രം പോരാ, അന്വേഷിക്കാൻ വേണം. പ്രിയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ കേസിന്റെ കാര്യത്തിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവും. എന്റെ ഒരു ഗട്ട് ഫീൽ അതാണ്. ആ, എന്നാ താനിനി വൈകണ്ട. കാര്യം. യെസ് സർ. സർ, കിരൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, പിന്നെ അർജുൻ, ഇന്ന് അരുണിമയെ അങ്ങോട്ട് തെളിവെടുപ്പിനെ കൊണ്ടുവരുന്നുണ്ട്. ഓ, ആണോ? ഇന്നത്തെ തെളിവെടുപ്പിൽ അരുണിമയുടെ മൊഴി വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അവരെയും കൊണ്ട് അവിടെ പോലീസ് വരുമ്പോൾ കൂടുതൽ സംസാരം ഉണ്ടാക്കാനോ ഇമോഷണൽ ആകാനോ ഇടവരുത്താതെ നോക്കണം. യെസ് കിരൺ, ഞാൻ ശ്രദ്ധിച്ചോളാം. അരുണിമ ഇപ്പോ തന്റെ മൊഴിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്നത്തെ മൊഴിയും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അർജുനെ സംബന്ധിച്ചിടത്തോളം ജാമ്യം അപേക്ഷിക്കുന്ന പ്രോസസ് സിമ്പിൾ ആവും. പോലീസിന് കൂടുതൽ തലവേദനയാവും. അല്ല, കിരൺ ഉദ്ദേശിക്കുന്ന എന്താ? പ്രതി അരുണിമയല്ലാന്ന് ബോധ്യമായാൽ നമുക്ക് പ്രിയെ കണ്ടെത്തിയേ മതിയാവൂ. എനിവേ, ലെറ്റ്സ് ഹോപ്പ് ദ ബെസ്റ്റ്. ഏതായാലും എവിഡൻസ് എക്സാമിനേഷൻ കഴിയട്ടെ. ഓക്കെ. SP സാറാണോ? അരുണിമാന്റിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നുണ്ട്. അതിന് ചോദ്യം ഉത്തരവൊക്കെ കഴിഞ്ഞതല്ലേ മോനെ? ക്രൈം സീനിലേക്ക് പ്രതിയെ ഒരിക്കൽ കൂടി കൊണ്ടുവന്ന് ക്രൈം നടത്തിയ വിധം പോലീസ് വിശദമായി വീണ്ടും റിപ്പോർട്ട് എടുക്കും. കുറ്റപത്രം കൊടുക്കും മുമ്പ് കേസ് സ്ട്രോങ് ആക്കാൻ അങ്ങനെ ഒരു ആവശ്യമുണ്ട്. അപ്പോ ഇതുവരെ ചോദിച്ചതൊക്കെ ഇനിയും ചോദിക്കുന്നാണോ? അരുണിമാന്റി ശബ്ദം കേട്ട് ഉണർന്നത് മുതലുള്ള ഓരോ നിമിഷവും വ്യക്തമായിട്ട് അവരുടെ മുമ്പിൽ ആവർത്തിക്കേണ്ടി വരും. അതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഒത്തുനോക്കിയിട്ടായിരിക്കും അവർ കുറ്റപത്രം തയ്യാറാക്കുന്നത്. കൊലപാതകമായതുകൊണ്ട് ജാമ്യം മൂവ് ചെയ്യണമെങ്കിൽ തന്നെ അത് കഴിഞ്ഞിട്ടേ പറ്റൂ. എന്റെ ഈശ്വര, എന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവാൻ പോന്നെ? എനിക്ക് ഉറപ്പാ ജുവേട്ടാ, ഞാൻ തള്ളിയിട്ടിട്ടാ സാക്ഷി മരിച്ചത്. അതറിയാവുന്ന അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം കുറ്റേക്കുന്നതാ. താനൊന്നും മിണ്ടായിരുന്നു പൂജ. ഇനി ഇത് ഇവിടെയുള്ള മറ്റുള്ളവർ കേൾക്കേ വേണ്ടു. അതോടെ തീർന്നല്ല. ഞാൻ പറഞ്ഞില്ലേ, അരുണിമാന്റി നമ്മൾ ജാമ്യത്തിൽ ഇറക്കും. ദേ, അതുവരെ നമ്മൾ ഇത്തിരി ക്ഷമയോടെ ഇരുന്നേ പറ്റൂ. ദേ,
അർണിമാൻഡി വരുമ്പോൾ സംസാരിച്ചൊരു ഇഷ്യൂ ഉണ്ടാക്കരുതെന്ന് SP പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാനിത് താഴെ അച്ഛമ്മയോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് വരാം.